ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം, നമ്മുടെ അഗ്നി ബാച്ചിലെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ സമയം കളയാതെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 7,800 ഫീസ് വരുന്ന നമ്മുടെ കോഴ്സിന് 5,500 നിങ്ങൾക്ക് ലഭിക്കും. അത് സ്പെഷ്യൽ ഓഫറാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. 5,500 എന്ന് പറയുന്ന ഈ എമൗണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് വൈസിൽ നിങ്ങൾക്ക് അടയ്ക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക, അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് മാത്സും അതുപോലെ എല്ലാ സബ്ജക്റ്റും കുറച്ചുകൂടി നല്ല അടിപൊളിയാക്കാം, പവർഫുൾ ആക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യത്തെ SSLC പരീക്ഷയിൽ ഫുൾ A+ മേടിക്കാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ? അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, ഓർമ്മയില്ലേ? അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതായത് സമാന്തര ശ്രേണി എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ ഫസ്റ്റ് ഡേയും ആദ്യ പദം എന്താണെന്ന് പഠിച്ചു. പൊതുവ്യത്യാസം എന്താണ്, കോമൺ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് പഠിച്ചു. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു സീക്വൻസ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യമാണ്. നേരെ നമുക്ക് നോക്കാം. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 and the sequence of natural number which leave remainder 2 on division by 3. അങ്ങനെ ഒരു ചോദ്യം ഇവിടെ കിടപ്പുണ്ട്. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന എണ്ണൽ സംഖ്യകളുടെയും 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണികൾ എഴുതുക. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? അത് കഴിഞ്ഞിട്ട് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നും കൂടി പറയണം. ഓക്കെ, ഒരു ചെറിയ ടിപ്പും കൂടി പറഞ്ഞു തരാം. ആദ്യം ഈ സീക്വൻസ് എഴുതുക. പരീക്ഷയ്ക്കൊക്കെ സാധാരണ രീതിയിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നമ്മുടെ പേജ് നമ്പർ 9 ചോദ്യമാണ് കേട്ടോ. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന സംഖ്യകൾ. നോക്കാം, ഇങ്ങനത്തെ സംഖ്യകൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് കേട്ടോ. ഇത് ചെക്ക് ചെയ്യാനൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഷോർട്ട് കട്ടിലേക്ക് തന്നെ പോകാം. ഇങ്ങനെ സീക്വൻസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വളരെ എളുപ്പമാണ്. 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന ശ്രേണി എഴുതാൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ഇത് സമാന്തര ശ്രേണി തന്നെയായിരിക്കും. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ, സമാന്തര ശ്രേണി ആണോ അല്ലയോ എന്ന് പരിശോധിക്കുക എന്നൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഈ സീക്വൻസ് എങ്ങനെ എഴുതി തുടങ്ങാം? നമുക്ക് 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്നത് ഓരോന്നും പെറുക്കി എഴുതാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എത്രയാണ് വരുന്നതെന്ന് നോക്കാം. റിമൈൻഡർ, ഓക്കെ, റിമൈൻഡർ. ഇവിടെ റിമൈൻഡർ എത്രയാണ്? ലീവ് റിമൈൻഡർ 1. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോഴൊക്കെ ഈ കാര്യം ഓർത്തോളാം. റിമൈൻഡർ എത്രയാണോ, റിമൈൻഡർ അതായത് ശിഷ്ടം എത്രയാണോ, റിമൈൻഡർ അതല്ലെങ്കിൽ ശിഷ്ടം മലയാളത്തിൽ കേട്ടോ. ശിഷ്ടം എത്രയാണോ അതായിരിക്കും എന്ത്, ഫസ്റ്റ് ടൈം. ടിപ്പാണ്, നോട്ട് ചെയ്ത് വെച്ചോളാം. നമുക്ക് ഈ ടിപ്പുകളൊക്കെ വളരെ ആവശ്യമുള്ള സാധനമാണ്. റിമൈൻഡർ ശിഷ്ടം എത്രയാണോ അതാണ് ഫസ്റ്റ് ടൈം. F എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ടൈം ആണ്. ഫസ്റ്റ് ടേം നമ്മൾ പഠിച്ചതാണ്. ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദമാണ്. ഓക്കെ, ഇനി ഏത് സംഖ്യ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്, ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത്, ഹരിക്കുന്ന സംഖ്യ ഞാനിത് ഇങ്ങനെ എഴുതരാണ്. ഹരിക്കുന്ന സംഖ്യ അതായത് ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ. നമ്മൾ ഏത് സംഖ്യയും കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ സംഖ്യയാണ് നമ്മുടെ ഡി എന്ന് പറഞ്ഞാൽ എന്താ? പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ സീക്വൻസ് അങ്ങ് എഴുതി തുടങ്ങാം. ഓക്കെ, അല്ലാതെ ഓരോന്നൊക്കെ ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നല്ല സമയം പോവും. നമുക്ക് ഈ ടെക്നിക്ക് ഉപയോഗിക്കാം. അപ്പോൾ ശിഷ്ടം 1 വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം എത്ര എഴുതി? 1 എഴുതി. ഏതും കൊണ്ട് ഹരിക്കാനാ പറഞ്ഞത്? 3 കൊണ്ട് ഹരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ പൊതുവ്യത്യാസം എത്രയാണ്? 3 ആണ്. അങ്ങനെയെങ്കിൽ 1ന്റെ കൂടെ 3 കൂട്ടുക. 1ന്റെ കൂടെ 3 കൂട്ടി എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. 4ന്റെ കൂടെ 3 കൂട്ടുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 7 കിട്ടും. 7ന്റെ കൂടെ 3 കൂട്ടുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് സീക്വൻസ് എഴുതാം, ശ്രേണി എഴുതാം. ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള വഴി ഇങ്ങനെയല്ല കേട്ടോ. ഹരിച്ചാൽ കിട്ടുന്ന നമ്പർ ഏതാന്ന് കണ്ടുപിടിച്ച് എഴുതണം. പക്ഷേ നമുക്ക് എന്ത് മതി? ടിപ്പ് മതി. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല ചോദിക്കുക.
അതൊരു സീക്വൻസ് ആണോ, അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നുള്ള ചോദ്യമൊക്കെയാണ് ചോദിക്കുക. അപ്പൊ സീക്വൻസ് എഴുതാൻ ബുദ്ധിമുട്ടണ്ട, ഇങ്ങനെ നമുക്ക് എഴുതാം 1 4 7 10. തീർച്ചയായിട്ടും ഇതെന്താണ്, ഒരു സമാന്തര ശ്രേണിയാണ്. കാരണം നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, സിസ്റ്റം ഫസ്റ്റ് ടൈം ആണ്, റിമൈൻഡർ. അതേപോലെ തന്നെ ഹരിക്കുന്ന സംഖ്യ എന്താണ്, കോമൺ ഡിഫറൻസ് ആണ്, പൊതുവ്യത്യാസമാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതി. ഓക്കെ, ഇനി നോക്കിക്കേ, 3 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം വരുന്നത് ഒന്ന് നിങ്ങൾ എഴുതിക്കേ. 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ശിഷ്ടം വരുന്ന, 2 റിമൈൻഡർ വരുന്ന സീക്വൻസ് ഒന്ന് എഴുതി നോക്കിയേ. റെഡി അല്ലേ? റെഡി, 1 2 3 സ്റ്റാർട്ട്. എഴുതിക്കോ, ഒന്ന് എഴുതി നോക്ക്. എങ്ങനെ എഴുതണ്ടേ? റിമൈൻഡർ ഏതാണോ, ശിഷ്ടം ഏതാണോ, അതാണ് എന്ത്, ഫസ്റ്റ് ടൈം. ഏത് സംഖ്യയും കൊണ്ടാണ് ഹരിക്കേണ്ടത്? 3 കൊണ്ടാണ് ഹരിക്കുന്നത് അല്ലെ? 3 കൊണ്ട് ഹരിച്ചാൽ ഡിവൈഡ് ചെയ്താൽ അപ്പോൾ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 3 ആയിരിക്കും അല്ലേ? അങ്ങനെയെങ്കിൽ എഴുതിക്കേ. എന്താ വരിക? എത്ര റിമൈൻഡർ വരേണ്ടത്? 2. അപ്പോൾ ഫസ്റ്റ് ടൈം 2. ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത്? 3 കൊണ്ടാണ് ഹരിച്ചത്. 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. അപ്പോൾ പൊതുവ്യത്യാസം 3. അപ്പൊ അടുത്ത ടൈം കിട്ടണമെങ്കിൽ 2 3 5, 5 3 8, 8 3 11, 11 3 14, എക്സെട്രാ. ഓക്കെ, മിനിമം ഒരു 3 ടേമൊക്കെ എഴുതിയാൽ മതി കേട്ടോ. സീക്വൻസ് എഴുതുന്ന സമയത്ത് ഇത്രയൊന്നും എഴുതണമെന്നില്ല. മിനിമം 3 4 ടേമുകൾ എന്ത് ചെയ്യുക, ഒരു ശ്രേണി എഴുതാൻ പറയുന്ന സമയത്ത് എഴുതുക. അപ്പോൾ സിമ്പിൾ ടിപ്പ് മനസ്സിലായില്ലേ? എളുപ്പത്തിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ടൈപ്പ് ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, ഇത് പേജ് നമ്പർ 13 ചോദ്യമാണ്. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ഗിവൺ ബിലോ ആർ അരിത്തമെറ്റിക് സീക്വൻസസ്. ഗീവ് റീസൺ ഓൾസോ. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് ചുവടെ പറഞ്ഞിരിക്കുന്ന ആ ശ്രേണികൾ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കുക. എന്നിട്ടോ കാരണം എഴുതണം. സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതുവ്യത്യാസവും എഴുതണം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കിയാലോ? നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. എങ്ങനെ? നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഡിവിഷൻ ബൈ 4. വാട്ട് യു മീൻ ബൈ ദ നാച്ചുറൽ നമ്പർ? നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യ എത്ര വിരലുണ്ട്? 0 1 2 3 4 വിരൽ എന്ന് പറയോ? ഇല്ല, 1 തുടങ്ങൂ അല്ലെ? 1 2 3 4 5 വിരൽ അല്ലേ? 1 2 3 4 5. എണ്ണുവാൻ ഉപയോഗിക്കുന്ന സംഖ്യനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നാച്ചുറൽ നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 0 തുടങ്ങിയാലോ? അതിനെ നമ്മൾ ഹോൾ നമ്പർ എന്നാണ് വിളിക്കുക. ഓക്കെ, അതിനെ ഹോൾ നമ്പർ എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ ഇതെന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. നേരത്തെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം തന്നു കഴിഞ്ഞാൽ അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. ഓക്കെ, സീക്വൻസ് എഴുതിക്കോളാം. നമുക്കറിയാലോ ഏതാണ് റിമൈൻഡർ വരുന്നത്, ശിഷ്ടം വരുന്നത് എന്താണ്? ഒന്നാമത്തെ ടൈം ആണ്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ ശിഷ്ടം ഇവിടെ 1 വരാനാ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ടൈം എന്താണ്? 1 ആണ്. ആണോ? ഫസ്റ്റ് ടൈം എന്താണ്? 1 ആണ്. ഏതാണോ ശിഷ്ടം, റിമൈൻഡർ ഏതാണോ അതാണ് നമ്മുടെ ഫസ്റ്റ് ടൈം. അപ്പൊ ഇവിടെ റിമൈൻഡർ എത്രയാ പറഞ്ഞ? 1 ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം 1. ഇനി ഏതും കൊണ്ട് ഹരിക്കാനാ പറഞ്ഞത്? 4 കൊണ്ട് ഹരിക്കാനാ പറഞ്ഞത്. ഇപ്പൊ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത്, അപ്പൊ കോമൺ ഡിഫറൻസ് 4 എടുത്താൽ മതി സീക്വൻസ് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ ടിപ്പുകൾ വഴിയാണ് ഇത് പഠിക്കുന്നത് കേട്ടോ, അല്ലാതെയാണ് ഇങ്ങനെ ചെയ്തു നോക്കണം ഓരോന്ന്. അപ്പൊ 5 ഹരിക്കണം 4 ഒരു പ്രാവശ്യം, 1 4 4, 5ന്ന് 4 കുറച്ചാൽ എത്രയാണ്? 1. അപ്പൊ നമുക്ക് സീക്വൻസിൽ ഒരു ടൈമാണ് 5. നമുക്ക് 0 എടുക്കാം. 0 ഹരിക്കണം 4. ഇങ്ങനെ ഓരോന്നും എണ്ണൽ സംഖ്യ എന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പൊ 0 വേണ്ട, അല്ലല്ല, നമുക്ക് ആൻസർ കിട്ടും. അപ്പോ ഇതേപോലെ ഒരേ നമ്പർ നമ്മൾ എടുത്ത് 9. 9 ഹരിക്കണം 4 2 പ്രാവശ്യം 8, 1 റിമൈൻഡർ. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിൽ ഒരു ടൈമാണ് 9. ഓക്കെ, ദെൻ നമുക്ക് വേണമെങ്കിൽ 1 എടുക്കാം. 1 ഹരിക്കണം 4, 1ൽ 4 0 പ്രാവശ്യം, 0 4 4 1.
അങ്ങനെയെങ്കിൽ നമുക്ക് ഏത് നമ്പർ എടുക്കാം? 1 1 5 9. ഇങ്ങനെ എഴുതി എഴുതി പോകാം. ഇങ്ങനെ എഴുതി എഴുതി പോകുന്നേക്കാൾ എളുപ്പം എന്താണ്? നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ രീതിയിലേ ചോദിക്കുകയുള്ളൂ. സീക്വൻസ് എഴുതി, അപ്പോൾ നമുക്ക് സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണി നേരിട്ട് എഴുതി പോയാൽ മതി. ഫസ്റ്റ് ടൈം 1, കോമൺ ഡിഫറൻസ് ഏതും കൊണ്ട് ഹരിക്കാൻ പറഞ്ഞു? 4 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞു. അപ്പോൾ 1 4 5, വീണ്ടും 4 കൂട്ടുക അടുത്ത ടൈം കിട്ടാൻ. 5 4 9, അടുത്ത ടൈം കിട്ടാൻ വേണ്ടി വീണ്ടും പൊതുവ്യത്യാസം കൂട്ടുക. 9 4 എത്രയാണ്? 13, എക്സെട്ര. ഇതേ സാധനം തന്നെയല്ലേ നമ്മൾ ഇത്രയും പണിയെടുത്താലും നമുക്ക് ഇവിടെ കിട്ടുന്നത്? ആണോ? ഇത്രയും പണിയെടുത്താലും നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തു പോകാം. ഇതൊരു സമാന്തര ശ്രേണിയാണ്, നമുക്കറിയാം. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. യെസ്, ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. AS എന്ന് എഴുതിയേക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസ് ആട്ടോ. ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇതൊരു സമാന്തര ശ്രേണിയാണ്. നോക്കണേ മക്കളെ, കൃത്യമായിട്ട് നമ്മൾ ആൻസറുകൾ എഴുതുമ്പോൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് എന്ത് കിട്ടണം? മാർക്ക് കിട്ടണം. നമ്മുടെ പേപ്പർ പരീക്ഷയ്ക്ക്, നമുക്ക് ഓണപ്പരീക്ഷയ്ക്കും ക്ലാസ് പരീക്ഷയ്ക്കും നമ്മുടെ ടീച്ചർമാരെ നോക്കുന്നത്, ബാക്കി ഏതോ ജില്ലയിൽ എവിടെയോ ഇരിക്കുന്ന ആൾക്കാരാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതി വെക്കുന്നതാണ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ഇതൊരു സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതുവ്യത്യാസം എഴുതണം. D = പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കുക? എങ്ങനെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നത്? എങ്ങനെ പൊതുവ്യത്യാസം നമ്മൾ ഓൾറെഡി നമുക്കറിയാം. എത്ര പൊതുവ്യത്യാസം? ഏതും കൊണ്ടാണോ ഹരിച്ചത് അതാണ് പൊതുവ്യത്യാസം. ഓക്കെ, പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഇനി അല്ലാതെ എങ്ങനെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക? ഇങ്ങനെ ഒരു ശ്രേണി എഴുതിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ എഴുതി പോയതെങ്കിൽ പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് തൊട്ട് പുറകിലെ ടേമിൽ നിന്ന് മുമ്പിലെ ടേം കുറച്ചാൽ മതി. എങ്ങനെ? തൊട്ട് പുറകിലെ ടേമിൽ നിന്ന് മുമ്പിലെ ടേം കുറച്ചാൽ മതി. അങ്ങനെയല്ലേ? 5 കുറയ്ക്കണം 1, 5 കുറയ്ക്കണം 1 എത്രയാണ്? 4. വേണമെങ്കിൽ ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം. 9 കുറയ്ക്കണം 5 എത്രയാണ്? 4. ഇതാണ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്ന നോർമൽ മെത്തേഡ്. തൊട്ട് മുന്നത്തെ ആളെന്ന് പുറത്തെ ആളെ എന്ത് ചെയ്യുക? ജസ്റ്റ് എന്ത് ചെയ്യുക? കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതി പൊതുവ്യത്യാസം എത്രയാണ് എന്ന് എഴുതി. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. ഇത് നിങ്ങളൊരു ഹോംവർക്ക് ആയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. നമ്മളിപ്പോൾ ഇതേപോലത്തെ 2 ചോദ്യങ്ങൾ ചെയ്തായിരുന്നു. 2 റിമൈൻഡർ വരുന്ന ഒരു ചോദ്യം ചെയ്തു, അതേപോലെ 1 റിമൈൻഡർ വരുന്ന 2 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്തു. ജസ്റ്റ് ഹോംവർക്ക് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അതിൻ്റെ ആൻസർ എന്തായാലും അയച്ചു തരണം. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, ദെൻ അടുത്ത നോക്ക്. സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങൾ. എണ്ണൽ സംഖ്യ നേരത്തെ നമ്മൾ പറഞ്ഞു. അതിൻ്റെ വർഗങ്ങൾ, എണ്ണൽ സംഖ്യ. നമുക്ക് എണ്ണൽ സംഖ്യകളൊന്ന് എഴുതി നോക്കാം. എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? എണ്ണൽ സംഖ്യകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇവിടെ എഴുതട്ടെ. 1 2 3 4 5 എക്സെട്ര. ഇതാണ് എണ്ണൽ സംഖ്യ. അതിൻ്റെ വർഗങ്ങൾ സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ എക്സെട്ര. ഓക്കെ, അതാണ് അതിൻ്റെ സ്ക്വയറിൻ്റെ. അതിൻ്റെ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ എഴുതാം. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 സ്ക്വയർ? 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 × 1. അത് എത്രയാ? 1. അപ്പോൾ 1. ഈ വാല്യൂ ആണ് ഞാൻ താഴെ എഴുതിയത്. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 2. പറ. 2 × 2 അതെത്രയാ? 4. അങ്ങനെയാണെങ്കിൽ 3 സ്ക്വയറോ? 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം 3നെ 3 × 3. 3 സ്ക്വയർ എത്രയാണ്? 9 അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത് പറഞ്ഞ 4 സ്ക്വയർ എത്രയാ? 4 സ്ക്വയർ എത്രയാ? പറ. 4 സ്ക്വയർ 16. 5 സ്ക്വയർ എത്രയാ? പറന്ന് എത്രയാ? 25 എക്സെട്ര. ഇതൊരു സമാന്തര ശ്രേണിയാണോ? ഈ സമാന്തര ശ്രേണി ആണെങ്കിൽ ആര് വേണം? സമാന്തര ശ്രേണിക്ക് നിർബന്ധമായിട്ടും വേണ്ട ആളാണ് കോമൺ ഡിഫറൻസ്.
അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ, സമാന്തര ശ്രേണി ആണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഉറപ്പായിട്ടും അവിടെ എന്തുണ്ടായിരിക്കും? പൊതുവ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ സമാന്തര ശ്രേണി ആണോ എന്ന് ചോദിച്ചാൽ മനസ്സിൽ വിചാരിക്കണേ, സമാന്തര ശ്രേണി ആണോ എന്ന് ചോദിച്ചാൽ എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. മറക്കരുത്, സമാന്തര ശ്രേണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം, പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. പൊതുവ്യത്യാസമുണ്ടെങ്കിൽ, കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? സമാന്തര ശ്രേണി ആയിരിക്കും, അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ഇവിടെ കോമൺ ഡിഫറൻസ് ഉണ്ടോ? പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമ്മൾ പഠിച്ചായിരുന്നോ? എങ്ങനെ പഠിച്ചേ? പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കുക? തൊട്ടു മുന്നത്തെ ടൈമിൽ നിന്ന് പുറകിലെ കുറച്ച് നോക്കുക. 4 - 3 ഇവിടെ എഴുതട്ടെ. 4 - 3 എത്രയാ? 4 - 3 അല്ല, അയ്യോ 4 മൈനസ്, ഞാൻ നിങ്ങളും ചെക്ക് ചെയ്താ കേട്ടോ. ഏതാ? തൊട്ടു മുന്നത്തെ പുറകിലെ കുറയ്ക്കാൻ പറഞ്ഞപ്പോ 4 - 3 എങ്ങനെയാ വരുന്നത്? 4 - 1 അല്ലേ? നിങ്ങൾ മനസ്സിൽ പറഞ്ഞില്ലേ? പറയണം. 4 - 1 എത്രയാ? 3. ഇതിന്റെ ഉത്തരമാണ് ഇത്. അതാണ് ഞാൻ 4 - 3 എന്ന് എഴുതി. ഓക്കെ, അപ്പോ എനിക്ക് തെറ്റ് പറ്റി, നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്? തെറ്റ് പറ്റരുത്. അടുത്തത് 9 - 4 അല്ലെ? തൊട്ടു മുന്നത്തേന്ന് പുറകിലെ നമ്മള് കുറച്ചു. 9 - 4, 9ൽ 4 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടുവാടാ? 5 കിട്ടും. പൊതുവായിട്ടുള്ള വ്യത്യാസമുണ്ടോ? ഡിഫറൻസ് കോമൺ ആണോ? ഇവിടെയൊക്കെ ചെയ്തപ്പോ കണ്ട 4 - 4 ഒരേ ഡിഫറൻസ് ആവുന്നത്. കോമൺ ഡിഫറൻസ് ഉണ്ടായിരുന്നു, പൊതുവ്യത്യാസം ഉണ്ടായിരുന്നു. ഇവിടെ പൊതുവ്യത്യാസം ഉണ്ടോ? ഇവിടെ ഡിഫറൻസ് 3 ആണ്. രണ്ടാമത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 5 ആണ്. കോമൺ ഡിഫറൻസ്, there is no common difference. സോ കോമൺ ഡിഫറൻസ് ഇല്ലെങ്കിൽ, പൊതുവ്യത്യാസം ഇല്ലെങ്കിൽ അത് സമാന്തര ശ്രേണി അല്ല. അതെന്തല്ല? അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതൊരു സമാന്തര ശ്രേണി അല്ല. അപ്പൊ നമുക്ക് രണ്ടാമത്തെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതല്ല, എന്തല്ല? ഒരു സമാന്തര ശ്രേണി അല്ല. ഓക്കെ, സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ സമാന്തര ശ്രേണി അല്ലെങ്കിൽ നമ്മൾ പൊതുവ്യത്യാസം എഴുതണോ? വേണ്ട. സമാന്തര ശ്രേണി ആണെങ്കിൽ പൊതുവ്യത്യാസം ഉള്ളൂ, എന്നാൽ മാത്രം എന്ത് എഴുതിയാൽ മതി? പൊതുവ്യത്യാസം എഴുതിയാൽ മതി. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. റെസിപ്രോക്കൽസ്, വാട്ട് യു മീൻ ബൈ ദ റെസിപ്രോക്കൽ? എന്താണ് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാല്? എന്താണ് റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം? ഓക്കെ, മലയാളത്തിലെ വിപരീത ഭിന്നങ്ങൾ ഓർത്ത്. എണ്ണൽ സംഖ്യകളുടെ വിപരീത ഭിന്നങ്ങൾ. വിപരീത ഭിന്നം എന്ന് പറയുന്നതും വ്യുൽക്രമം എന്ന് പറയുന്നത് ഒന്നാണ്. മലയാളം മീഡിയത്തിലുള്ള എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ അത് പറഞ്ഞത്. വിപരീത ഭിന്നങ്ങൾ അല്ലെങ്കിൽ വ്യുൽക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തന്നെയാണ് കേട്ടോ. റെസിപ്രോക്കൽ, ഓക്കെ, ഇതെല്ലാം ഒന്ന് തന്നെ. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ റെസിപ്രോക്കൽ? ആർക്കൊക്കെ അറിയാം റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ? യെസ്, വെരി ഗുഡ്. ഓക്കെ, എന്നാലും സംശയമുള്ളവരില്ലേ? സംശയമുള്ളവരുണ്ടല്ലോ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അതൊന്ന് പറയാം. ഈ കാര്യത്തില്, ഈ ഡൗട്ടിന്റെ കാര്യത്തിലൊക്കെ എന്താ പറയാ, നമ്മുടെ യേശു ക്രിസ്തു പറഞ്ഞ പോലെ ആണ് ഞാനും, അല്ലെ? 100 ആട്ടുംകൂട്ടത്തിൽ, അല്ലേ? 100 എണ്ണം ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം വഴിതെറ്റി പോയി കഴിഞ്ഞാൽ ഞാൻ അതിന്റെ പുറകെ പോകും എന്നൊക്കെയാണല്ലോ പറയുന്നത്. ആ രീതിയല്ല വാക്യമുള്ളത്, ബൈബിൾ വാക്യമുള്ളത്. അപ്പോൾ അതേപോലെ തന്നെയാണ്, 100 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് മനസ്സിലായില്ലെങ്കിലും അവർക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാണ്. ഓക്കെ, ചോദിക്കാൻ നിങ്ങൾ എന്താവണം? റെഡി ആകണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ലിസൺ. അപ്പോ നമുക്ക് വ്യുൽക്രമം ആദ്യം എന്താണെന്ന് പഠിക്കാം. നോക്ക്, വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഞാൻ ഈ പറയുന്ന ഓർക്കണം. അയച്ചേ, എന്താ? തലതിരിഞ്ഞവൻ, തലതിരിച്ചിട്ടവനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വ്യുൽക്രമം എന്ന് വിളിക്കുന്നത്. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. 2/3, 2/3. അങ്ങനെയെങ്കിൽ അതിന്റെ വ്യുൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ, വിപരീത ഭിന്നം എന്ന് പറയുന്നത് എന്തായിരിക്കും? തിരിച്ചിട്ടാ മതിന്നേ. 3/2 ആയിരിക്കും. എന്തായിരിക്കും? 3/2 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ ഒരെണ്ണം കൂടി എഴുതുകയാണ്. 3/4. അതിന്റെ വ്യുൽക്രമം, റെസിപ്രോക്കൽ, വിപരീത ഭിന്നം എന്താണ്? പറ. യെസ്, വെരി ഗുഡ്, മിടുക്കന്മാര്. 4/3. അങ്ങനെയെങ്കിൽ 1/2 റെസിപ്രോക്കൽ എന്താണ്?
2/1. വെരി ഗുഡ്. 2/1. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞ വാട്ട് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് 3? 3ന്റെ റെസിപ്രോക്കൽ വിപരീത ഭിന്നം എന്താണ്? 3ന്റെ വിപരീത ഭിന്നം എത്രയാണ്? അറെ ഇതിനെ തിരിച്ചിട്ടിട്ട് ഇങ്ങനെ എഴുതിയാ മതിയോ? മതിയോ? തലതിരിഞ്ഞവരെന്നല്ലേ പറഞ്ഞ, പിന്നെ ഇത് തിരിച്ചിട്ടാ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണോ ഇത്? ശരിയല്ല അല്ലേ? നോക്ക, നമ്മള് ഈ വ്യുൽക്രമം ഇല്ലെങ്കിൽ വിപരീത ഭിന്നങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ഇതിനെ ഭിന്നസംഖ്യയാക്കണം. ഓക്കെ, റെസിപ്രോക്കൽ ആക്കാൻ വേണ്ടിയിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഇതിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അപ്പോൾ ഈ 3നെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കാം? എത്ര പേർക്കറിയാം? യെസ്, എന്ത് ചെയ്താൽ മതി? ഏതൊരു നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രാക്ഷൻ ആക്കാം. അതിന്റെ ഡിനോമിനേറ്റർ, അതായത് ഛേദം വരയുടെ താഴെ എന്തിട്ടാ മതി? 1 ഇട്ടാ മതി. വരയുടെ താഴെ എന്തിട്ടാ മതി? 1 ഇട്ടാ മതി. ഇപ്പൊ ഇതെന്തായി? 3/1 എന്ന, അതായത് 3 ഹരിക്കണം 1. 3നെ 1 കൊണ്ട് ഹരിച്ചാൽ എത്രയാടാ? ഒരു 3 തന്നെ വരുള്ളൂ അല്ലേ? ആണോ? വാല്യൂ ഒന്നും മാറ്റം വരില്ല. അപ്പോൾ ഒരു നമ്പറിനെ നമുക്ക് ഭിന്നസംഖ്യയാക്കാൻ വേണ്ടിയിട്ട്, ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്ററിൽ 1 കൊടുത്താൽ മതി. 1 ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിനെ എന്ത് ചെയ്യാം? ഫ്രാക്ഷൻ ആക്കാം. ഇനി നമുക്ക് ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തൂടെ? വിപരീത ഭിന്നം എടുത്തൂടെ? തിരിച്ചിട്ടാ പോരെ? 3/1 തിരിച്ചിട്ടാൽ 1/3. കിട്ടിയോ റെസിപ്രോക്കൽ? കിട്ടിയില്ലേ? കിട്ടിയോ? ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ എണ്ണൽ സംഖ്യയുള്ളവർക്ക് എണ്ണൽ സംഖ്യകളുടെ വിപരീത ഭിന്നങ്ങൾ, റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോ നാച്ചുറൽ നമ്പേഴ്സ് ഏതെല്ലാമാണ്? നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു. 1, 2, 3, 4 എക്സെട്ര. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. റെസിപ്രോക്കൽ എടുക്കാൻ നേരത്തെ അതിനു മുമ്പ് എന്ത് ചെയ്യണം? ഇപ്പമാരെ ഭിന്നസംഖ്യ ആക്കണം, ഫ്രാക്ഷൻ ആക്കണം. അപ്പോ 1/1, 2/1, 3/1, 4/1. ഇനി തിരിച്ചെടുത്തൂടെ? ഇനി റെസിപ്രോക്കൽ എഴുതാം. അതാണ് നമ്മുടെ ഉത്തരം. ആൻസർ 1/1. അതങ്ങനെ തന്നെ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും 2/1, 1/2, 3/1, 1/3, 4/1, 1/4 എക്സെട്ര. സീക്വൻസ് ആയി. ഇനി ഇത് സമാന്തര ശ്രേണിയാണോ, അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നറിയാൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. പൊതുവ്യത്യാസം എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ നമുക്ക് ഇങ്ങനെയൊന്ന് കുറച്ചു നോക്കാം അല്ലേ? തൊട്ടു മുന്നത്തെ സംഖ്യന്ന് പുറകിലെ സംഖ്യ കുറച്ച് നോക്കാം. 2 എണ്ണം ചെയ്ത് നോക്കാം. 1/2 മൈനസ് 1/1. ഇവിടെ എഴുതട്ടെ. 1/2 മൈനസ് 1/1. എങ്ങനെ നമ്മൾ കുറയ്ക്കും? ഓക്കെ, ആദ്യം ഡിനോമിനേറ്റർ ഛേദം തുല്യമാണോ നോക്കുക. തുല്യമാണെങ്കിൽ എളുപ്പത്തിൽ കുറയ്ക്കാം. ഓക്കെ, ഒരു ചോദ്യം അടുത്ത് വരുന്നുണ്ട്, അപ്പൊ ഞാനത് പറഞ്ഞുതരാം. ഇനി ഈ വരയുടെ താഴെയുള്ള, അതായത് ഡിനോമിനേറ്റർ ഛേദം എന്ന് പറയുന്ന സാധനം ഈക്വൽ അല്ലെങ്കിലോ, അത് ഈക്വൽ അല്ല എന്ന് വിചാരിക്കുക. ഇവിടെ വിചാരിക്കാനില്ല. ഇവിടെ 2, ഇവിടെ 1. ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, എങ്ങനെ എഴുതുന്നതെന്ന് പറഞ്ഞുതരാം. 1 × 1 1. ഇവിടുത്തെ ചിഹ്നം നോക്കണേ, മൈനസ്. പ്ലസും മൈനസ് ഒക്കെ ഒരേപോലെയാണ് കേട്ടോ. ഡിനോമിനേറ്റർ ഈക്വൽ അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വിപരീത ഗുണനമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 1 × 1 1, 2 × 1 2. ഇനി ഡിനോമിനേറ്ററുകൾ തമ്മിൽ ഇങ്ങനെ ഗുണിക്കുക. 2 × 1 2. 1 ൽ 2 കുറച്ചാൽ എത്രയാ? 2 ൽ 1 കുറച്ചാൽ 1 ആണെന്ന് നമുക്കറിയാം. 2 വലിയ സംഖ്യയാണ്, 1 ചെറിയ സംഖ്യയാണ്. പക്ഷെ 1 ൽ 2 കുറച്ചാലോ? 1 കുഞ്ഞു നമ്പർ അല്ലേ, 2 വലിയ സംഖ്യയല്ലേ. 1 ൽ 2 കുറച്ചാൽ അപ്പൊ എത്ര കിട്ടും? ആൻസർ 1 തന്നെ എഴുതുക. പക്ഷെ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയാണ് എന്ത് ചെയ്യുന്നത്? കുറയ്ക്കുന്നത്. അതുകൊണ്ട് ചിഹ്നം ഒന്ന് മാറ്റിയിട്ടേക്ക്. ഏത് ചിഹ്നം ഇട്ടേക്ക? മൈനസ് ഇട്ടേക്ക. -1/2. അപ്പൊ ഇവിടെ നമുക്ക് ഡിഫറൻസ് എന്ത് കിട്ടി? -1/2 എന്ന് കിട്ടി. ഇനി നോക്ക്, അടുത്ത ഒരെണ്ണം കൂടി നോക്കണ്ടേ? 1/3 - 1/2. അതും കൂടി നോക്കാം. 1/3 - 1/2. ഓക്കെ, എന്ത് കണ്ടുപിടിക്കാനാ? പൊതുവ്യത്യാസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നോക്കാം. ഇവിടെ ഡിനോമിനേറ്റർ ഈക്വൽ അല്ല അല്ലെ, ഛേദങ്ങൾ എന്തല്ല? തുല്യമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പറ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. പറയണം കേട്ടോ, കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 2 എത്രയാ? 2. ഇവിടുത്തെ ചിഹ്നം മൈനസ്. 3 × 1 3 × 1 എത്രയാ? 3 ഡിവൈഡഡ് ബൈ. ഇനി എന്താ ചെയ്യണ്ടേ? ഡിനോമിനേറ്റർ ഇങ്ങനെ ഗുണിക്കണം. 3 × 2
6. നമുക്ക് എത്ര കിട്ടി? 2 മൈനസ് 3 എത്രയാ? ചാടിക്കറി ഒന്നൊന്നും പറയരുത്. 3 മൈനസ് 2 ആണ് അല്ലെ? 3 കുറയ്ക്കണം 2 ആണ് 1. അങ്ങനെയെങ്കിൽ 2 മൈനസ് 3 എന്താണ്? -1 -1/6. ഇനിയാണ് എൻ്റെ ചോദ്യം. ഇത് സമാന്തര ശ്രേണിയാണോ, അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ഇവിടെ എത്രയാ ഡിഫറൻസ്? -1/2. ഇവിടെ എത്രയാ ഡിഫറൻസ്? -1/6. കോമൺ ഡിഫറൻസ് ഉണ്ടോ? പൊതുവായ വ്യത്യാസമുണ്ടോ? പൊതുവ്യത്യാസമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അല്ല. ഇതെന്തല്ല? അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, സമാന്തര ശ്രേണി അല്ല. അപ്പൊ ഇവനും എന്തല്ല? ഇറ്റ് ഈസ് നോട്ട് ആൻ arithmetic sequence. It is not an arithmetic sequence. ഇത് ഒരു സമാന്തര ശ്രേണി അല്ല. അപ്പോൾ നമ്മൾ എന്ത് എഴുതണ്ട? പൊതുവ്യത്യാസം എഴുതണ്ട. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി. അടുത്ത ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? 2ന്റെ കൃതികൾ, പവേഴ്സ് ഓഫ് 2. എന്താ പറഞ്ഞേക്കുന്നത്? പവേഴ്സ് ഓഫ് 2. 2ന്റെ കൃതികൾ, പവേഴ്സ് ഓഫ് 2. ലുക്ക് അറ്റ് ഹിയർ, പവേഴ്സ് ഓഫ് 2. ഓക്കെ, 2ന്റെ കൃതികൾ. അപ്പൊ നമുക്ക് നോക്കാം 2ന്റെ കൃതികൾ, പവേഴ്സ് ഓഫ് 2. എന്താ 2ന്റെ കൃതികൾ എന്ന് പറഞ്ഞാൽ? ഇതാണ് 2 raised to 0, 2 raised to 1. ഇതാണ് 2ന്റെ കൃതികൾ. പവർ നമ്മൾ ആ മുകളിൽ എഴുതുന്ന സാധനമില്ലേ, റേസ് ടു എന്ന് പറഞ്ഞിട്ട്, സ്ക്വയർ ക്യൂബ് ഒക്കെ എഴുതുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പവർ അല്ലെങ്കിൽ കൃത്യങ്കം എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ 2ന്റെ പവറുകളാണ് നമ്മൾ എന്ത് എഴുതുന്നില്ലേ? കൃതികൾ. ഓക്കെ, കൃത്യങ്കം, കൃതികൾ. 2 raised to 0, 2 raised to 1, 2 raised to 2. ഇതിനെയാണ് 2 സ്ക്വയർ എന്ന് വിളിക്കുക. 2 raised to 3, 2 ക്യൂബ്, 2 raised to 4, എക്സെട്രാ. ഇതാണ് 2ന്റെ കൃതികൾ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ നമുക്ക് നമ്പറിലേക്ക് മാറ്റാം, സംഖ്യകളിലേക്ക് മാറ്റാം. അങ്ങനെയെങ്കിൽ എൻ്റെ മക്കളെ ഒന്ന് പറഞ്ഞേടാ, വാട്ട് ഈസ് 2 raised to 0? എത്രയാ? പറ. 2 raised to 0? 0. ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 2. പറ. 2 raised to 0 എന്ന് പറഞ്ഞാൽ, 2 raised to 0 എന്ന് പറഞ്ഞാൽ അത് 0 ആണോ, 1 ആണോ, 2 ആണോ? ഇനി ഓപ്ഷൻ ഉണ്ടോ? മണിക്കുട്ടി ഓടി തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ഗുരുജി പ്ലീസ് ലോക്ക്. പറ. ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 2. ഏത് ലോക്ക് ചെയ്യണം? പെട്ടെന്ന് പറയൂ. ഏതായിരിക്കും ആൻസർ? ഗസ് ചെയ്യാവോ? 2 raised to 0 എന്ന് പറഞ്ഞാൽ 0 ആണോ? അല്ല. 2 ആണോ? അല്ല. That answer is equal to 1. ആൻസർ എത്രയാണ്? 1 ആണ്, 1 ആണ്. 2 raised to 0 എന്ന് പറയുന്നത് 1 ആണ്. 2 raised to 0 മാത്രമാണോ 1? അല്ല. 3 raised to 0 എന്ന് എഴുതി കഴിഞ്ഞാലും ഉത്തരം എത്ര തന്നെയാണ്? 1 ആണ്. അപ്പോൾ 4 raised to 0 എഴുതിയാലോ? അതും 1 തന്നെയാണ്. നോട്ട് ചെയ്ത് വെച്ചോട്ടോ. x raised to 0 എന്ന് പറയുന്നത് 1 ആണ്. ഏത് നമ്പറിൻ്റെയും അതിൻ്റെ കൃതി ഇല്ലെങ്കിൽ അതിൻ്റെ പവർ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ, 0 ആണെങ്കിൽ അതിൻ്റെ ഉത്തരം എത്രയാണ്? 1 ആണ്. x raised to 0 is equal to 1. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി ഉത്തരത്തിലേക്ക് പോയാലോ. 2 raised to 0 എത്രയാണ്? 1. 2 raised to 1, 2 raised to 1 എത്രയാണ്? 2 ആണ്. 2 raised to 2, 2 raised to 2 എന്ന് പറയുമ്പോൾ എന്താണ് അതിനർത്ഥം? 2 into 2, 2 into 2 എത്രയാണ്? 4. ഇനി 2 ക്യൂബ്, 2 ക്യൂബ് എന്ന് പറയുമ്പോൾ ക്യൂബ് 3, അപ്പൊ 3 പ്രാവശ്യം കുടിക്കണം. 2 into 2 into 2 എത്ര നമുക്ക് കിട്ടും? 6. 6 അല്ല. 2 into 2 4, 4 into 2 8. ആൻസർ 8 ആണ്, 6 അല്ല കേട്ടോ. അപ്പോ 8. അങ്ങനെയെങ്കിൽ 2 raised to 4 എന്ന് പറഞ്ഞ് 2 raised to 4 എത്രയാ? 2 raised to 4 എത്രയാ? 2 into 2 into 2 into 2. ഗുണിച്ച് നോക്ക്. 2 into 2 4, 4 into 2 8, 8 into 2 16. ആൻസർ എത്രയാണ്? 16, എക്സെട്രാ. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? സമാന്തര ശ്രേണിയാണോ?
ആണോ? നോക്കാം. ആണെങ്കിൽ പൊതുവ്യത്യാസം വേണം. രണ്ടെണ്ണം ചെയ്ത് നോക്കാം. ഇവിടെ ചെയ്യട്ടെ, ഇത് നോക്കട്ടെ. 2 - 1 തൊട്ട് മുന്നത്തേന്ന് പുറകിൽ കുറച്ച് 2 - 1 എത്രയാണ്? 1. ഒരു സംശയമില്ല. 4 - 2 കോമൺ ഡിഫറൻസ് കിട്ടുമോ നോക്കാം. 4 - 2 2 ഉണ്ട്. ഡിഫറൻറ്റ് ആണ്, ഒരേപോലെ അല്ല വന്നിരിക്കുന്നത്. കോമൺ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് ഇതെന്തല്ല? സമാന്തര ശ്രേണി അല്ല. സമാന്തര ശ്രേണി ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? പൊതുവ്യത്യാസം ഉണ്ടാകും. ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതും എന്തല്ല? ഒരു സമാന്തര ശ്രേണി അല്ല. വെട്ടിയിടാനല്ല കേട്ടോ. ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതൊരു സമാന്തര ശ്രേണി അല്ല എന്ന് തന്നെ എഴുതണം. ഇനി ഒരു ചോദ്യം കൂടിയുണ്ട്. ആ ചോദ്യത്തിലേക്ക് കൂടി നമുക്ക് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. ഹാഫ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ്. അപ്പൊ സീക്വൻസ് എഴുതേണ്ടത് എന്താണ്? ഹാഫ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളുടെ പകുതി. ഹാഫ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ്. 6ാമത്തെ ചോദ്യം. നമ്മൾ കുറെ ചോദ്യങ്ങൾ ചെയ്തു അല്ലേ? ഒരെണ്ണം ഹോംവർക്ക് ഉണ്ട്, മറക്കണ്ട കേട്ടോ. ഒറ്റ സംഖ്യകളുടെ പകുതി, ഹാഫ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ്. ഒറ്റ സംഖ്യകളുടെ പകുതി എഴുതിയാലോ? റെഡിയാണോ? ഓക്കെ. ഒറ്റ സംഖ്യ അറിയില്ലേ? ഏതൊക്കെയാ ഒറ്റ സംഖ്യകള്? പറഞ്ഞേ, ഏതൊക്കെയാ ഒറ്റ സംഖ്യകള്? അങ്ങോട്ട് പാറാന്ന്. ഏതൊക്കെയാ ഒറ്റ സംഖ്യകള്? പറഞ്ഞേ. ഏതൊക്കെ? 1, അടുത്ത് 3, 5, 7, 9, 9, 11, 13, 15, 17, 19, 21, 23, 25, 27, 29, 30, 30 31, 33, 35, 37, 39 അങ്ങനെ പറഞ്ഞു പോകാം അല്ലെ? ഓക്കെ. അപ്പൊ നമുക്ക് അത്രയൊക്കെ വേണോ? വേണ്ട. നമുക്കൊരു 3 4 ഒക്കെ മതി. അതിൽ കൂടുതൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ 5 എഴുതി വെച്ചിട്ടുണ്ട്. വേണ്ട കേട്ടോ. എത്രണ്ണം മതി? ഒരു 3 അല്ലെങ്കിൽ ഒരു 4 മതി. അപ്പൊ ഒറ്റ സംഖ്യകളുടെ പകുതി, ഹാഫ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പറിന്റെ പകുതി. പകുതി എങ്ങനെ കണ്ടുപിടിക്കുക? എങ്ങനെ പകുതി കണ്ടുപിടിക്കുക? 2 കൊണ്ട് ഹരിക്കുക. അത്രേ ഉള്ളൂ. ഈ സാധനത്തിനൊക്കെ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതിയാൽ മതിയടാ. 1/2, 3/2, 5/2, 7/2, 9/2 എക്സെട്ര. എല്ലാത്തിനും എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഹരിച്ച് എഴുതിയാൽ മതി. ഇതൊരു സീക്വൻസ് ആയില്ലേ? 1/2, 3/2, 5/2, 7/2, 9/2 അല്ലേ? 1/2, 3/2, 5/2, 7/2, 9/2 സീക്വൻസ് ആയി. അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? നോക്കാം. എങ്ങനെ നോക്കും? പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. നിങ്ങൾ പഠിച്ചല്ലോ, നിങ്ങൾ മിടുക്കന്മാരായി, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിച്ച് നോക്കാം അല്ലെ? ഇങ്ങനെ തൊട്ടു മുന്നത്തേന്ന് പുറകിലേക്ക് കുറച്ച് നോക്കിയിട്ട് നമുക്ക് പൊതുവ്യത്യാസം കാണാം. ആദ്യത്തേതാ? 3/2 മൈനസ് 1/2. നോക്കിക്കേടാ, ഇവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. നേരത്തെ നമ്മൾ ഭിന്നസംഖ്യ ഫ്രാക്ഷന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്തു? പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ, വിപരീത ഗുണനമാണ് ചെയ്തത്. ഇവിടെ അത് വേണോ? വേണ്ട. കാരണം അത് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മക്കളെ, ഡിനോമിനേറ്റർ എന്തായിരിക്കണം? ഈക്വൽ അല്ലെങ്കിൽ, തുല്യമല്ലെങ്കിൽ, ഡിനോമിനേറ്റർ ഈക്വൽ അല്ലെങ്കിലാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞത്. ഇവിടെ ഡിനോമിനേറ്റർ തുല്യമല്ലേ? ഇവിടെ 2, ഇവിടെ 2, 2 സ്ഥലത്തും ഒരേപോലെയാണ് ഡിനോമിനേറ്റർ ഛേദം വരുന്നതെങ്കിൽ ഭയങ്കര എളുപ്പമാണ് കൂട്ടാനും കുറയ്ക്കാനും. നോക്കടാ, ഇത് രണ്ടും കുറച്ച് നിങ്ങൾ വയ്ക്കരുത് കേട്ടോ. 2 കുറയ്ക്കാൻ 2 0 ഒന്നും എഴുതരുത്. 2 അങ്ങനെ തന്നെ എഴുതിക്കുക. ഡിനോമിനേറ്ററെ തൊട്ട് കളിക്കരുത്. ഓക്കെ. ഇനി ഇതും കുറച്ചാൽ മതി. 3 കുറയ്ക്കണം 1. ഡിനോമിനേറ്റർ ഛേദം അങ്ങനെ തന്നെ എഴുതി. 3 കുറയ്ക്കണം 1 എത്രയാ? 2. 2 ഹരിക്കണം 2. 2 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? ആൻസർ ഈസ് ഈക്വൽ ടു 1. ഓക്കെ. അടുത്തത് നോക്കാം. 5/2 3/2 അല്ലേ? തൊട്ടു മുന്നത്തെ സംഖ്യ 5/2 മൈനസ് 3/2 അല്ലേ? തൊട്ടു മുന്നത്തെ എന്ന് പറയില്ലല്ലേ നമ്മൾ കുറച്ച് നോക്കേണ്ടത്. യെസ്. അപ്പൊ 5/2 മൈനസ് 3/2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണോ? വേണ്ട. എന്തുകൊണ്ടാ? ഡിനോമിനേറ്റർ സെയിം ആണ്. അതിന്റെ ഛേദം എന്താണ്? തുല്യമാണ്. അത് തന്നെ എഴുതി വെച്ചാൽ മതി. 2 തൊട്ട് കളിക്കാൻ പാടില്ല. ഛേദത്തെ തൊട്ട് കളിക്കാൻ മാട്ടെ. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? കുറയ്ക്കണം. 5 കുറയ്ക്കണം 3. 5 3 കുറച്ചാൽ എത്രയാടാ? ഒന്ന് പറ. 5 3 കുറച്ചാൽ എത്രയാ? 2. 2/2. 2 ഹരിക്കണം 2. ഇതാ മേലെ എഴുതി വെച്ചേക്കുന്നു 1. അരിത്തമെറ്റിക് സീക്വൻസ് ആണോ?
ഒരെണ്ണം കൂടി ചെയ്ത് നോക്കണം. ഒന്നും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ചെയ്ത് നോക്കടാ. ഇതിനെ അടുപ്പിച്ചൊന്നും എടുക്കുന്നില്ല, ഇവിടെ നിന്ന് എടുത്തേക്കാം. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അടുപ്പിച്ച് 2 സംഖ്യകൾ കിട്ടിക്കഴിഞ്ഞാൽ പൊതുവ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കാം. തൊട്ട് മുന്നത്തേന്ന് പുറകെ കുറച്ചാൽ മതി. നമ്മളിപ്പോൾ ഇത് രണ്ടും എടുത്തേക്കുന്നത് കേട്ടോ. 9/2 7/2. അപ്പോൾ 9/2 മൈനസ് 7/2 ചെയ്ത് നോക്കിയേ. ഡിനോമിനേറ്റർ തുറന്നു, വേണ്ട, അവൻ അങ്ങനെ വെച്ചു. സെയിം ആണല്ലോ. 9 7 കുറച്ച് എത്രയാണ്? 9 - 7 2. വൺസ് അഗൈൻ വി ഗോട്ട് ദ ആൻസർ 1. അപ്പൊ കോമൺ ഡിഫറൻസ് ഉണ്ട് അല്ലേ? പൊതുവ്യത്യാസം ഉണ്ട്. എത്രയാ പൊതുവ്യത്യാസം? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പൊ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? സമാന്തര ശ്രേണിയാണോ? യെസ്. ഫൈനലി ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. സമാന്തര ശ്രേണിയാണ്. പൊതുവ്യത്യാസം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. D is equal to പൊതുവ്യത്യാസം സമം എത്രയാ? 1. കിട്ടിയോ ആൻസർ? എളുപ്പമല്ലേ? ചെയ്ത് നോക്കണം കേട്ടോ. ചോദ്യങ്ങളൊക്കെ വെറുതെ കേട്ടിരുന്നാൽ പോരാ, എല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. സംശയം ഉണ്ടെങ്കിൽ വീഡിയോ എന്ത് ചെയ്യണം? ഒന്ന് റിപ്പീറ്റ് അടിച്ച്. കാരണം സിമ്പിൾ ആണ്, വളരെ എളുപ്പമാണ്. നിങ്ങളൊരു ലീഡ്സ് അക്കാദമിയുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ വർഷം തകർക്കും, പൊളിച്ചടുക്കിയിരിക്കും. ഓക്കെ, അപ്പൊ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ടേക്ക് കെയർ, ബൈ.